ഹലോ ഹായ്. ഇപ്പോൾ എല്ലാവരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ തന്നെയല്ലേ. സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ പിന്നെ വീഡിയോസിൻ്റെ കളി. കുക്കിംഗ് വീഡിയോയും ഡേ ഇൻ മൈ ലൈഫും ഡെയിലി റൊട്ടീനും ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഒരു തോന്നൽ, നമുക്കും ഒരു വീഡിയോ ചെയ്താലെന്തേന്ന്. അങ്ങനെ ഞാനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഒരു വീഡിയോയും ചെയ്തു. പക്ഷേ എല്ലാവരും ചെയ്യുന്നത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. എന്നാലും ആദ്യമാകുമ്പോൾ അങ്ങനെയല്ലേ ഉണ്ടാവും എന്ന് വെച്ചാൽ ആരും സ്കിപ്പ് ചെയ്യല്ലേ. നമുക്കിന്ന് ആദ്യമല്ലേ ഒരു സിമ്പിളായിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു 4 ഉള്ളി, ഒരു 2 തക്കാളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, കുറച്ച് കുരുമുളക്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഒരു കഷ്ണം ഉള്ളിയും ഒരു കഷ്ണം തക്കാളിയും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് ചെയ്തിട്ട് വെക്കാം. നല്ല പേസ്റ്റല്ല, കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്ത് വെക്കാം. പിന്നെ തക്കാളി ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് 2 സ്പൂണ് കോക്കനട്ട് ഓയിലും കൂടി ചേർത്തിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ഉള്ളിയും കൂടി ഇട്ട് കുറച്ചൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് തക്കാളിയും നമ്മൾ അരച്ച് വെച്ച ഈ പേസ്റ്റും കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ മസാല ചേർക്കാം. 1 സ്പൂണ് മുളക് പൊടി കുരുമുളക് ചേർത്തതുകൊണ്ട് 1 സ്പൂണ് മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 സ്പൂൺ ചിക്കൻ മസാല എല്ലാം കൂടി ഇളക്കി ചേർത്തിട്ട് നമ്മൾ ക്ലീനാക്കി വെച്ച് 1/2 കിലോ ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി ഇളക്കുക. ഉപ്പും കൂടി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം ജാസ്തി ഒഴിക്കണ്ട, തിക്കായിട്ട് ഗ്രേവി ഉണ്ടാക്കുന്നതുകൊണ്ട് വെള്ളം ജാസ്തി ചേർക്കണ്ട. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. പിന്നെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എല്ലാം കൂടി ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള ഒരു നല്ലൊരു ചിക്കൻ കറി നമുക്ക് കിട്ടുന്നു. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റും കൂടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.